സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയിട്ടും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വേനൽക്കാലത്ത് വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ സർക്കാർ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുകയാണ്. ഫാൻ, എയർ കണ്ടീഷണർ എന്നിവയുടെ ഉപയോഗത്തിന് പുറമെ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം കൂടിയതും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങുന്നത് ബുദ്ധിമുട്ടായതിനാൽ അന്യ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വിതരണക്കാരുമായി ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ KSEB തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുള്ള അനുമതിക്കായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ബോർഡ്. ഏപ്രിൽ 22-നകം ഇതിന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നും ഇത് പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം ചരിത്രത്തിലാദ്യമായി 116.11 ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. പീക്ക് ലോഡ് 6013 മെഗാവാട്ടായും ഉയർന്നു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്ന് മന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രാദേശികമായി വൈദ്യുതി ശൃംഖലകളിൽ ഉണ്ടാകുന്ന അമിത ഭാരം മൂലമാണ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെടുന്നതെന്നും ഇത് സർക്കാർ ഏർപ്പെടുത്തുന്ന പവർ കട്ട് അല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്നതിനായി യൂണിറ്റിന് 10 രൂപ നിരക്കിൽ വരെ വൈദ്യുതി വാങ്ങാൻ KSEB അനുമതി തേടിയിട്ടുണ്ട്. ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ 250 മെഗാവാട്ട് അധിക വൈദ്യുതി സംഭരിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. മെയ് മാസത്തിൽ വേനൽ മഴ ലഭിക്കുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനം മെച്ചപ്പെടുമെന്നും പ്രതിസന്ധിക്ക് അയവ് വരുമെന്നുമാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.